ട്രേഡിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെ ഇനി നോക്കിക്കോളും. ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ്റെയും ആവശ്യമില്ലാതെ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എവിടെയൊക്കെ ഉപയോഗിക്കണം. ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ന്യൂസും ടെക്നിക്കൽ അനാലിസിസും മാർക്കറ്റിലെ ഡെയിലി അപ്ഡേറ്റ്സ് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഒരു ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങളുടെ ChatGPTയുടെയോ പെർപ്ലക്സിറ്റിയുടെയോ ഫ്രീ വേർഷൻ എടുക്കുക, ഈ പ്രോംപ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോംപ്റ്റുകൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പെൽക്യാപ്പ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. മറ്റൊന്ന് പ്രോപ്പ് ഫണ്ടിങ് അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് പോലുള്ള സ്ട്രാറ്റജീസിൽ ഒന്നിലധികം പൊസിഷനുകളുടെ ആവറേജ് എൻട്രി, ടാർഗറ്റ് പ്രൈസ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ മാനുവൽ കാൽക്കുലേഷനുകളിൽ തെറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാൽക്കുലേറ്റർ അസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. മെറ്റാ ട്രേഡർ പൊസിഷൻ ഡീറ്റെയിൽസിൻ്റെ സ്ക്രീൻഷോട്ട് ChatGPTയിൽ അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാനും അതിൻ്റെ വാലിഡിറ്റി പരിശോധിക്കാനും ഒക്കെ ബാക്ക് ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. എയോട് സ്ട്രാറ്റജി വിശദീകരിച്ച് സെഷൻ മാർക്കുകളോടെ ചാർട്ട് സ്ക്രീൻഷോട്ടുകൾ അപ്ലോഡ് ചെയ്യുക, പ്രോംപ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനൊരു ആൻസർ കിട്ടും. ട്രേഡ് എൻട്രിക്ക് ശേഷം ഇമോഷണൽ ടർമോയിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ 70% ലോസ് ആകാനുള്ള ചാൻസ് ഉണ്ടാകുന്നു എന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ കോച്ചായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്ട്രാറ്റജി ഡിസ്ക്രൈബ് ചെയ്ത ശേഷം റണ്ണിങ് ട്രേഡ് ചാർട്ട് അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. അഡ്വാൻസ്ഡ് ട്രേഡേഴ്സിന് കോഡിംഗ് ഇല്ലാതെ കസ്റ്റം ഇൻഡിക്കേറ്ററുകൾ, അതായത് പൈൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ChatGPT പ്ലസ് പോലുള്ള പ്രീമിയം ടൂളുകളായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി പരിഗണിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ട്രേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. യുടെ പരിമിതികളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവുക.